ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഒരു ലോങ് ആയിട്ടുള്ളൊരു മാല ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്രീൻ കളറിലുള്ള ഒരു സ്റ്റോണാണ്. സ്റ്റിക്കി സ്റ്റോൺസ് ആണ് കേട്ടോ. അത് ഞാൻ ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 8-9 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റും ഈ സർഗോസിയാണ് ഞാൻ വെച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഡിസൈനിങ് ചെയ്യുന്ന സർഗോസിയാണിത്. അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗോൾഡൻ കളർ സർഗോസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഗോൾഡൻ ബോൾ ചെയിനാണ്. ഇതുപോലത്തെ ഗോൾഡൻ ചെയിൻ നമ്മൾ ആ സർഗോസി ഒട്ടിച്ച് കൊടുത്തതിൻ്റെ മുകളിൽ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുവാണേ. എല്ലാത്തിനും ഗോൾഡൻ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റോണിന് മാത്രം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇതാണ് നമ്മുടെ ലോക്കറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ സ്റ്റോൺ ചെയിൻ ആദ്യം ഒട്ടിച്ചു കൊടുത്തു. സിൽവർ കളറിലുള്ള സ്റ്റോൺ ചെയിനാണ് ഇത്. ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയ ടൈപ്പിലുള്ള റൗണ്ട് കുന്തൻ സ്റ്റോൺസാണ് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാലയുടെ ലോക്കറ്റായിട്ട് ചെയ്യാനാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെറിയ റൗണ്ട് കുന്തൻ സ്റ്റോൺസ് 2 ലെയറായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തു. വൈറ്റ് കളർ. ഇനി നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പിലുള്ള 3 ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പാണേ. അത് നമ്മൾ 2 എണ്ണം കമ്മലിന് വേണ്ടിയിട്ടും 1 എണ്ണം ലോക്കറ്റിൻ്റെ മുകളിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ കളർ ഓരോന്നിലും ഇതുപോലെ ഐപ്പിൻ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ റൗണ്ടായിട്ട് ചെയ്തതിൽ 1 എണ്ണത്തിൽ മാത്രം നമ്മൾ 3 ഐപ്പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ. അതിൽ 1 എണ്ണത്തിൽ ലോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. മറ്റേ 2 സൈഡിലും നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ അറ്റാച്ച്മെൻറ്റ്സും ഇതുപോലെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണേ. ലോക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. ഇതുപോലെ 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ചെയിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രിങ് ജമ്പ് റിങ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. നമ്മുടെ അടിപൊളി മാല റെഡി. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇടണേ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.